السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. والقمر قدرناه منازل حتى عاد كالعرجون القديم. لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിൽ 38 ആയത്തുകളാണ് ഇതിനകം നമ്മൾ വിശദീകരിച്ചത്. 39ാമത്തെ ആയത്ത് മുതൽക്കുള്ളതാണ് നമ്മൾ കേട്ടത്. സൂര്യനെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. വശംസു തജ്രീലി മുസ്തഖറിൻ ലഹ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ പറയുന്നിടത്തൊക്കെ തുടർന്ന് പറയുന്നത് പോലെ വൽ ഖമറ, ചന്ദ്രനെയും, ആ ചന്ദ്രനെ ഖദ്ദർനാഹു, നാം അതിനെ കണക്കാക്കിയിരിക്കുന്നു. ആ ചന്ദ്രനെ നാം കണക്കാക്കിയിരിക്കുന്നു. ഖദ്ദറ, കണക്കാക്കി, വ്യവസ്ഥപ്പെടുത്തി, കണക്കാക്കി, നിശ്ചയിച്ചു എന്നതിനൊക്കെ ഖദ്ദറ പ്രയോഗിക്കും. ഖദ്ദർനാഹു, ആ ചന്ദ്രനെ നാം നിശ്ചയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കണക്കാക്കിയിരിക്കുന്നു. മനാസില, മനാസില എന്ന് പറഞ്ഞാൽ ചില സഞ്ചാര മണ്ഡലങ്ങൾ. മനാസിൽ, അതിനെ സഞ്ചരിക്കുവാനുള്ള അതിൻ്റെ ചില പ്രത്യേകമായ, മനാസിൽ എന്ന് പറഞ്ഞാൽ ശരിക്കർത്ഥം ഭവനങ്ങൾ എന്നാണ്. വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. അപ്പം മൻസിൽ നമ്മൾ സാധാരണ കേൾക്കാറുള്ള പ്രയോഗമാണ്. മൻസിൽ, വീടിനൊക്കെ ആളുകൾ മൻസിൽ, ഇതിൻ്റെ ബഹുവചനമാണ് മനാസിൽ. അപ്പം ആ ചന്ദ്രന് നാം ചില ഭവനങ്ങൾ കണക്കാക്കിയിരിക്കുന്നു. അങ്ങനെ ആ ഭവനങ്ങളിലൂടെ, അഥവാ അതിന് നിശ്ചയിക്കപ്പെട്ട ആ വിധത്തിലുള്ള അതിൻ്റെതായ ആ സഞ്ചാര പദങ്ങൾ, അതാണ് അതിൻ്റെ ഭവനങ്ങൾ. അങ്ങനെ അത് ഹത്ത ആദ, അതായിത്തീരുന്നത് വരെ, ഹത്ത ആദ, അങ്ങനെ അത് ആയിത്തീരുന്നു. ആ ചന്ദ്രൻ ആയിത്തീരുന്നു. ആദ എന്ന് പറഞ്ഞാൽ മടങ്ങി, മടങ്ങി എന്നാണ് ആദ. യഊദു എന്ന പ്രയോഗത്തിൻ്റെ അല്ലെങ്കിൽ ആ വാക്കിൻ്റെ അർത്ഥം. ഏതുപോലെ അത് മടങ്ങി വരും. കൽ ഉർജൂൻ അൽ ഖദീം, പഴക്കം ചെന്ന, ഈത്തപ്പനയുടെ പഴക്കം ചെന്ന കുലത്തണ്ട് പോലെ അതായിത്തീരുന്നു എന്ന്. ഇവിടെ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രനെ ബാധിക്കുന്ന വൃദ്ധിക്ഷയങ്ങളുണ്ട്. അതായത് നമ്മൾ ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ നോക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ ചന്ദ്രൻ എപ്പോഴും ഒരേ വലുപ്പത്തിലല്ല കാണുന്നത്. ന്യൂമൂൺ കഴിഞ്ഞ് കാണാൻ തുടങ്ങുമ്പോൾ, വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ കാണാവുന്നൊരു പരിധിയുണ്ട്. മാനത്ത് ചന്ദ്രനുണ്ട് എന്ന് കണക്ക് കൂട്ടി പറഞ്ഞതുകൊണ്ട് അതിന് വിസിബിലിറ്റി ഇല്ല, നമുക്ക് കാണാൻ കഴിയില്ല. കാണാൻ കഴിയുന്ന അവസ്ഥ ന്യൂമൂൺ പിന്നിട്ട് പിന്നെ അതിൻ്റെ ആദ്യത്തെ 1ാമത്തെ രാവിലാണിത് കാണാൻ തുടങ്ങുന്നത്. അവിടെ അതിൻ്റെ ഒരു നേരിയൊരു വളയമാണ് നമ്മളിങ്ങനെ കാണുക. പിന്നെ അതങ്ങനെ 2ാം രാവ്, 3ാം രാവ്, 4, 5, 6, ഇങ്ങനെ 7, 8, 12, 13, 14, 15 എത്തുമ്പോൾ അത് പൗർണമിയിലെത്തും. പൗർണമി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വെളുത്ത വാവ് എന്ന് പറയുന്ന ആ പൂർണ്ണ ചന്ദ്രനെ ഇങ്ങനെ കാണുന്ന ആ ഒരവസ്ഥ. അതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിങ്ങനെ ഇപ്പോൾ ഇതുവരെ അതിന് വൃദ്ധിയാണ്. വൃദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ സാധാരണ അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? പുരോഗമനം അല്ലേ? ക്ഷയം എന്ന് പറഞ്ഞാലോ ക്ഷയിച്ച് വരിക. ഇനി ആ പൂർണ്ണ ചന്ദ്രനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ നോക്കുമ്പോൾ അത് പതുക്കെ 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 ഇങ്ങനെ ഇങ്ങോട്ട് വളഞ്ഞു വരും. നേരത്തെ ഇങ്ങനെ വളഞ്ഞിട്ടായിരുന്നു, പിന്നെ അത് ഇങ്ങോട്ട് വളഞ്ഞിങ്ങനെ കാണും. അങ്ങനെ വളഞ്ഞ് അതിങ്ങനെ അടുത്ത ദിവസങ്ങളിലേക്ക് എത്തി അത് നേർത്തൊരു വളയമായി മാറും. പിന്നെ 2 ദിവസം കാണൂല.
കാണാത്ത ദിവസങ്ങളാണ്. കാണുന്ന ഏറ്റവും പൂർണ്ണമായി കാണുന്ന ദിവസങ്ങൾ നമ്മൾ വെളുത്ത വാവ് പൗർണമി എന്ന് പറയുമ്പോൾ, കാണാനാവാത്ത 2 രാത്രികളെ സംബന്ധിച്ച് നമ്മൾ കറുത്ത വാവ് അല്ലെങ്കിൽ അമാവാസി എന്നൊക്കെ മലയാളത്തിൽ പറയും. ഈ ചന്ദ്രന്റെ ഇതാണ് വൃദ്ധിക്ഷയം എന്ന് പറഞ്ഞാൽ. വൃദ്ധിക്ഷയം എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ വളർച്ച, അത് ക്ഷയിക്കൽ. ഇതെല്ലാവർക്കും മനസ്സിലാവും. അറബികളെ സംബന്ധിച്ചിടത്തോളം സൂര്യനെ സംബന്ധിച്ച് അള്ളാഹ് അങ്ങനെയൊന്നും പറഞ്ഞില്ല. വശംസു തജ്രീ മുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം, അതിനെ സംബന്ധിച്ച് വേറൊന്നും പറഞ്ഞില്ല. അതേ അവസരത്തിൽ ചന്ദ്രൻ വിശുദ്ധ ഖുർആൻ അവതീർണമാകുന്ന കാലത്തും ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങളും നോക്കി നിൽക്കുക സൂര്യനെയല്ല, ആക്കാൻ കഴിയില്ല. എപ്പോഴും കണ്ണ് നോക്കാൻ ഇഷ്ടപ്പെടുക എന്തിനു മാത്രമാണ്? ചന്ദ്രനെയാണ്. സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് നമുക്ക് ഏതിൽ നിന്ന് കിട്ടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, സൂര്യൻ അത് സ്വയമേ പ്രകാശിക്കുമ്പോൾ ചന്ദ്രൻ സൂര്യനിൽ നിന്ന് അതിന് ലഭിക്കുന്ന പ്രകാശത്തിൽ നിന്ന് ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. അതുകൊണ്ട് സൂര്യൻ്റെ ചൂട് പോലെ ചന്ദ്രൻ്റെ നിലാവിന് എന്തില്ല? ചൂടില്ല. അത് കുളിര് പകരുന്ന രൂപത്തിലുള്ള ദൃശ്യമനോഹരമായ ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നോക്കിക്കാണാൻ കഴിയുന്നു. ഈ ഒരു അത്ഭുതകരമായ കാര്യമാണ്. എന്താ ഇങ്ങനെ ആദ്യമായി അതിങ്ങനെ ഒരു നേർത്ത വളയമായി, അതാണ് നമ്മൾ ഹിലാൽ എന്ന് പറയുന്നത്. മലയാളത്തിൽ പറയുമ്പോൾ ഉദയചന്ദ്രനോ ബാലചന്ദ്രൻ എന്നൊക്കെ പറയാം. ഫസ്റ്റിൽ നമ്മൾ കാണുന്ന ആ മൂൺ, പിറവി, മാസപ്പിറവി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു ഫസ്റ്റിലെ കാഴ്ച. പിന്നെ ഈ ദിവസം കൂടുന്തോറും ഇങ്ങനെ എന്താവും? ഇങ്ങനെ അതിൻ്റെ അളവ് ഇങ്ങനെ കൂടി 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 പിന്നെ ഫുൾ റൗണ്ടായിട്ട് ഫുൾ മൂണായിട്ട് വരും. അപ്പോൾ ഈ പൗർണമിയുടെ രാവുകളിൽ, പൗർണമി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലൈലത്തുൽ ബദർ, അതാണ് 13, 14, 15 അയ്യാമുൽ ബീള്, വെളുത്ത വാവ് ദിനങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ആ ദിവസം. നോമ്പെടുക്കൽ സുന്നത്തുള്ള 13, 14, 15. അപ്പോ ആ ഒരു ദിവസത്തിൽ എത്തിക്കഴിഞ്ഞ് പൂർണ്ണ ചന്ദ്രൻ എത്തും. പിന്നെ അതിങ്ങനെ പതുക്കെ പതുക്കെ ശോഷിച്ചു വരും. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് വൽ ഖമറ, ചന്ദ്രനെയും. അപ്പൊ ചന്ദ്രനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദൃഷ്ടാന്തമായി നിശ്ചയിച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വശംസു തജ്രി എന്ന് പറഞ്ഞതുപോലെ ആയത്തുൽ ലഹുമുൽ ലൈലു എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് വൽ ഖമറു ഖദ്ദർനാഹു എന്ന ഒരു ഖിറാഅത്തും അവിടെയുണ്ട്. നമ്മൾ സാധാരണ ഭൂരിപക്ഷ പാരായണം എന്താണ്? വൽ ഖമറ. എന്നാൽ ചില ഖിറാഅത്തുകളിൽ, വായനയിൽ വിശുദ്ധ ഖുർആനിന് വ്യത്യസ്ത രീതിയിലുള്ള വായനകളുണ്ട് എന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ അതറിയാത്ത ആളുകൾ ഉണ്ടാവില്ല. ഇന്നിപ്പോൾ നമ്മൾ പല ഇമാമിങ്ങളുടെ പിന്നിൽ നമസ്കരിക്കുമ്പോൾ പലപ്പോഴും പല വിധത്തിലുള്ള ഖിറാഅത്തുകൾ കേട്ട് ആളുകൾക്കത് പരിചയമായി. പണ്ടൊക്കെ അത് കേട്ടിരുന്നുവെങ്കിൽ ആളുകൾ നിസ്കാരം കഴിഞ്ഞാൽ ഇമാമിനെ പോയി ചോദ്യം ചെയ്യും, മര്യാദക്ക് ഫാത്തിഹ ഓതാൻ അറിയില്ലല്ലേ എന്ന് ചോദിച്ചിട്ട്. കാരണം ചില ഇമാമികൾ മലിക്കി യൗമിദ്ദീൻ ഓതും. ഫാത്തിഹ ഓതുമ്പോഴേ നമ്മൾക്ക് ഇന്ന് വരെ എന്തേ ശീലമുള്ളൂ? മാലിക്കി യൗമിദ്ദീൻ. ചിലർ മലിക്കി യൗമിദ്ദീൻ ഓതും. അത് അവരത് പഠിച്ചിട്ടുണ്ട്. വ്യത്യസ്ത ഖിറാഅത്തുകൾ വ്യത്യസ്ത രീതിയിൽ, അന്നത്തെ അറബികളുടെ വ്യത്യസ്ത രീതി ഭാഷകൾക്കനുസരിച്ച് വ്യത്യസ്തങ്ങളായ രൂപത്തിൽ തന്നെ അത് വായനകൾ ഉണ്ടായിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ തന്നെ ലഭിക്കപ്പെട്ട വായനകളുമാണ്. അതുകൊണ്ട് അതിനെ എതിർക്കാൻ പാടില്ല. എന്നാൽ നമുക്ക് തോന്നിയതുപോലെ ഫാത്തിഹയിൽ നമ്മൾ മലിക്കീന്ന് ഓതുക, എന്നിട്ട് ആ നിയമം അനുസരിച്ച് മറ്റു സൂറത്തുകളൊന്നും ഓതാതിരിക്കുക, അത് പറ്റൂല. ഒന്ന് തുടരുകയാണെങ്കിൽ അതന്നെ 114 സൂറത്ത് ഓതുമ്പോഴും തുടരണം. അതറിയില്ലെങ്കിൽ നമ്മൾ മലിക്കി ഓതാൻ പോണ്ട. നമ്മളെന്താണോ പഠിച്ചത് അത് പാരായണം ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ ഉണ്ടാകും. പാരായണങ്ങളിൽ തന്നെ നമുക്ക് കേട്ടാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് എന്ത് ഇയാൾ ഇങ്ങനെ പാരായണം ചെയ്യുന്നു തോന്നിപ്പോകും. നമ്മൾ സാധാരണ എന്താ പരിചയം? വല്ലുഹ വല്ലൈലി ഇദാ സജ അല്ലേ? എന്നാൽ ചില ഇമാമിങ്ങൾ എന്തോതും? വല്ലുഹേ വല്ലൈലി ഇദാ സജേ മാ വദ്ദഅക റബ്ബുക വമാ ഖലേ. അയാളെന്താ? വന്നജ്മി ഇദാ ഹവേ മാ ضل സാഹിബുകും വമാ ഗവേ. അങ്ങനെ ഖിറാഅത്തുണ്ട് ഇഷ്ടം പോലെ. നമ്മളത് കേട്ടിട്ട് ഞാൻ ഒരു തലയിൽ കൈ വെച്ചിട്ട് ഇമാമിനെ ചോദ്യം ചെയ്യാറൊന്നും പോണ്ട. മനുഷ്യന്മാരെ അന്നാസു അഴുതാവു മാ ജഹിലു, മനുഷ്യർ അവർക്കറിയാത്തതിൻ്റെ ശത്രുവായി മാറും. അപ്പം അതുകൊണ്ട് അങ്ങനെ പാരായണങ്ങളുണ്ട്. അപ്പോൾ വൽ ഖമറൂന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ അത് ഒറ്റപ്പെട്ട പാരായണമാണ്. ഭൂരിപക്ഷ പാരായണം എന്താണ്? വൽ ഖമറ. അപ്പോൾ വൽ ഖമറ, ഇനിയിപ്പോൾ യാസീനൊക്കെ പഠിച്ചിട്ട് ഇനി വരുന്ന റമളാനിലേറ്റ വല്ല ഇമാമിയങ്ങളും ഇനി വൽ ഖമർ ഓതിയാൽ ഇയാൾക്ക് യാസീനൊന്നും അറിയില്ല എന്ന് തോന്നണ്ടാച്ചിട്ട് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അതിൻ്റെ വിശദ തലങ്ങളിലേക്കൊന്നും ഞാൻ ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല.
എന്തായാലും ഈ ചന്ദ്രൻ ഇതും അള്ളാഹുവിൻ്റെ വലിയ അപാരമായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഈ നശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാഹ്. റഹ്മാനായ റബ്ബിൻ്റെ ഖുദ്റത്ത് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള അനേക ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ് ഈ പ്രപഞ്ചം. അതിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് സൂര്യനും ചന്ദ്രനും. ആ ചന്ദ്രന്റെ കാര്യം പറയണത് ഖദ്ദർനാഹു, നാം അതിനെ വ്യവസ്ഥപ്പെടുത്തിയിരിക്കുകയാണ്, കണക്കാക്കിയിരിക്കുകയാണ്. മനാസില, അതിന് ഇറങ്ങിയ സഞ്ചരിക്കാനുള്ള ചില ഭവനങ്ങൾ. ഓരോ ദിവസവും അതിൻ്റെതായ പ്രത്യേകമായ ഭവനങ്ങളിലൂടെ, രാശിമണ്ഡലങ്ങളിലൂടെയാണ് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് സൂര്യനുമായി അല്ലെങ്കിൽ ഭൂമിയുമായി, നമ്മൾക്ക് ഭൂമിയോട് അഭിമുഖമായി വരുന്ന ആ ഭാഗമാണ് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാഴ്ചക്കനുസരിച്ച് അതിങ്ങനെ ആദ്യം നമുക്ക് വ്യക്തമായി വരുന്ന ഒരു ഭാഗമുണ്ട്. അതിനെ വലുതായി പിന്നെ പൂർണ്ണചന്ദ്രനായിട്ട് നമ്മൾ കാണുന്നത്. അതൊക്കെ ശാസ്ത്രലോകത്തിന് ഇതൊക്കെ വിശദീകരിക്കാൻ മണിക്കൂറുകൾ മതിയാവില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കണം, വിശുദ്ധ ഖുർആനാകുന്ന ബഹറിൽ ആര് മുങ്ങിയാലും കിട്ടുന്നത് അനർഘമായ അമൂല്യമായ രത്നങ്ങളായിരിക്കും. ഓരോരുത്തരുടെയും മികവും കഴിവുമനുസരിച്ചവർ മുങ്ങി തപ്പിയെടുക്കും ഇതിലെ രത്നങ്ങൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന പരിമിതമായ അറിവ് വെച്ചുകൊണ്ടുള്ള ഏതാനും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. അത് മുഫസ്സിരീങ്ങൾ പറഞ്ഞതും ആധുനിക മുഫസ്സിരീങ്ങൾ അത് സംബന്ധമായി ചർച്ചകൾ, സൂചനകൾ നൽകിയതും ഒക്കെ. എന്നാൽ ഇതൊന്നും വിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്രം പഠിപ്പിക്കാനുള്ള ഗ്രന്ഥമൊന്നുമല്ല. ഇതൊക്കെ പറയുന്നത് എന്തിനാ? ഇത്രയും സുദൃഢമായ നിലയ്ക്ക് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചതിൻ്റെ പിന്നിൽ ആരുമില്ലാന്നും, ഇതൊക്കെ പെട്ടെന്നങ്ങ് ഒരു സുപ്രഭാതത്തിലങ്ങ് വെറുതെ അങ്ങ് ഉണ്ടായതാണെന്നും, ഇതിൻ്റെ പിന്നിലൊന്നും ഒരു ഒരു നിർമ്മാതാവോ ഒരു സൃഷ്ടാവോ ഇല്ല എന്നും പറയുന്ന നിരീശ്വര നിർമ്മതവാദികളുടെ അബദ്ധജടിലമായ വാദങ്ങളുടെ മുനയടിക്കാനാണ് വിശുദ്ധ ഖുർആൻ ഇതൊക്കെ പറയുന്നത്. അവർക്ക് സാധിക്കുമോ ഇത് പറയാൻ? ഇന്നല്ലേ രാശിമണ്ഡലങ്ങളും അതിൻ്റെതായ ഈ വ്യത്യസ്തങ്ങളായ പഠനങ്ങളൊക്കെ നടന്നത്. അന്ന് ഇത് നടന്നോ? അപ്പൊ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അതിൻ്റെ മനാസിലുകളിലൂടെ, ചന്ദ്രന്റെ ഓരോ മനാസിലുകൾ, അതിന് ഓരോ ദിവസവും അതിന് പ്രത്യേകം പേരുകളുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ പറഞ്ഞ് വിശദീകരിക്കുന്നില്ല. മലയാളത്തിലും ഉണ്ട് പല പേരുകളും, അറബിയിലും ഉണ്ട് അതിൻ്റെ ചില പേരുകൾ. അതിൻ്റെ ഒന്നാം രാവിൽ കൊടുക്കുന്ന പേര്, രണ്ടാമത്തെ രാവിൽ, മൂന്നാമത്തെ രാവിൽ എന്നൊക്കെ ധാരാളമായി നമുക്ക് തഫ്സീറുകൾ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അതൊന്നും ഇവിടെ പറഞ്ഞിട്ടൊരു കാര്യമല്ല, നമുക്ക് ഓർക്കാനൊന്നും കഴിയൂല. വ്യത്യസ്തങ്ങളായ പേരുകൾ അതിനുണ്ട്. ഉദാഹരണം ബദർ എന്ന് പറയുന്നത് ചന്ദ്രനെ തന്നെയല്ലേ ബദർ എന്ന് പറയുന്നത്? അതെപ്പോഴാ? അതാ പൗർണമി നാളിൽ അതിൻ്റെ പൂർണ്ണചന്ദ്രൻ വരുമ്പോഴേ എന്ത് പറയാറുള്ളൂ? ബദർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു, സഹാബിമാരെ, നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണണമെന്ന് മോഹമുണ്ടോ? തീർച്ചയായും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏതുപോലെ? പൗർണമി രാവിൽ നിങ്ങൾ ചന്ദ്രനെ മറയില്ലാതെ വ്യക്തമായി എത്രത്തോളം നിങ്ങൾ കാണുമോ അതിനേക്കാൾ വ്യക്തമായി നിങ്ങൾക്ക് നാളെ പരലോകത്ത് റബ്ബിന്റെ തിരുമുഖം കാണാം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഒരു വലിയ നിഅമത്താണത്. അതേ അവസരത്തിൽ കാഫിറുകൾക്ക് അതിനുള്ള ഒരു യോഗ്യതയും അതിനുള്ള ഒരു ഭാഗ്യവും ലഭിക്കുകയില്ല. അവർക്കിടയിൽ മറയിടപ്പരും, അവർക്ക് റബ്ബിനെ കാണാനാവില്ല. വിശ്വാസികൾക്ക് ലഭിക്കുന്ന സ്വർഗീയ ആനന്ദത്തെക്കാളും അപ്പുറമുള്ള ഒരു ആനന്ദം അതായിരിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. രണ്ടും നമ്മൾ പറയുമ്പോൾ ഒക്കെ അല്ലാഹ് എന്നാ പറയാം. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അങ്ങനെ പാരായണം ചെയ്യാൻ പാടുണ്ടോ? വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. ഒന്ന് ദ്വാദാണ്, മറ്റൊന്ന് ളാ ആണ്. അർത്ഥം മാറാണ്. വുജൂഹുൻ, ചില മുഖങ്ങളെന്ന്, യൗമഇദിൻ, അന്നത്തെ ദിവസം, നാദിറത്തുൻ, നല്ല ശോഭയുള്ള മുഖങ്ങളായിരിക്കും. നദറത്ത്, നല്ല ശോഭയും പ്രസന്നതയും ഒക്കെ തിളങ്ങുന്ന മുഖങ്ങൾ പരലോകത്തുണ്ടാവും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്തേ കാരണം എന്നറിയോ? ആ ശോഭ കിട്ടിയത് എങ്ങനെയാണെന്നറിയോ? ഇലാ റബ്ബിഹാ നാദിറ. അതിൻ്റെ രക്ഷിതാവിൻ്റെ മുഖത്തേക്ക്, റബ്ബിലേക്ക് അവർ നോക്കുകയാണ്. റബ്ബിലേക്ക് നോക്കാൻ കഴിയുക. ഒന്ന് നദറത്താണ്, അതിൻ്റെ ശോഭയാണ്, മറ്റൊന്ന് നദറത്താണ്, നോട്ടമാണ്. അപ്പോൾ അതിനുള്ള തൗഫീക്ക് കിട്ടുക മോമിനീങ്ങൾക്ക് മാത്രമാണ്. അള്ളാഹുവിനോട് നമ്മൾ തേടുന്നുണ്ട്. തേടാൻ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വഅസ്അലുക ലദ്ദത്തൻ നളിരി ഇലാ വജ്ഹികൽ കരീം. അള്ളാഹുവേ, ഞാൻ നിന്നോട് യാചിക്കുകയാണ്, ചോദിക്കുകയാണ്. ലദ്ദത്തൻ നളിരി ഇലാ വജ്ഹികൽ കരീം. നിന്റെ ഉദാരമായ, മാന്യമായ, ആ കരീമായ തിരുമുഖത്തേക്ക് നോക്കി ആനന്ദിക്കുവാനുള്ള ഒരാസ്വാദനത്തിന് നീ എനിക്ക് തൗഫീക്ക് തരണേ. അപ്പൊ എല്ലാവർക്കും കിട്ടൂല, അതെല്ലാവർക്കും കിട്ടൂല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു, ബദറിന്റെ രാത്രി നിങ്ങൾ ചന്ദ്രനെ എപ്രകാരം വ്യക്തമായി കാണുമോ അതുപോലെ മോമിനീങ്ങൾക്ക് അള്ളാഹുവിനെ നാളെ പരലോകത്ത് നോക്കിക്കാണാൻ കഴിയും, ഒരു മറയുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ. അപ്പൊ ബദർ എന്ന് പ്രയോഗിച്ചു അവിടെ പൂർണ്ണചന്ദ്രൻ. പിന്നെ ഖമർ എന്ന് പ്രയോഗിക്കും, ഹിലാൽ എന്ന് പ്രയോഗിക്കും, മഹാഖ് എന്ന് പ്രയോഗിക്കും. പിന്നെയും വേറെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് തഫ്സീറുകളിലൊക്കെ കാണാൻ സാധിക്കും, അതിൻ്റെ വ്യത്യസ്തങ്ങളായ പേരുകൾ. 7-ാമത്തെ ദിവസം അതിന് തെർബീഉൽ അവ്വൽ എന്ന് പ്രയോഗിക്കും. അതുപോലെ തന്നെ അൽ അഹദബുൽ മുതസായിദ് എന്ന് പ്രയോഗിക്കും. ബദറിന്റെ ശേഷം പിന്നെ അതിനിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇങ്ങനെ കുറഞ്ഞു വരുന്നു. അൽ അഹദബുൽ മുതനാഖിസ്, അത്തെർബീഉ സാനി, അൽ ഹിലാലു സാനി എന്നിങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ പേരുകളൊക്കെ അതിന് കാണാൻ സാധിക്കും. 28 മനാസിലുകളിലൂടെ അത് കടന്നു പോവുകയാണ്. ചന്ദ്രൻ 28ഓളം മൻസിലുകളിലൂടെ അത് കടന്നു പോകുന്നുണ്ട്. അതാണ് നമുക്ക് ആ കാണുന്ന അതിൻ്റെ വികാസത്തിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ ക്ഷയത്തിൻ്റെയും ആ ദൃശ്യം നമുക്ക് വ്യക്തമാകുന്നത് ആ വ്യത്യസ്തങ്ങളായ ദിനങ്ങളിൽ വ്യത്യസ്ത രീതികളിൽ അവ സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. അല്ലാഹു നിശ്ചയിച്ചതാണ്. എന്നിട്ട് അതിങ്ങനെ കണ്ടോ, അതിലവിടെ ഒരു തശ്ബീഹ് പറഞ്ഞൊരു നോക്കൂ, ഒരു ഉപമ. എന്താണ് അവിടെ പറഞ്ഞത്? അതിങ്ങനെ പിന്നെ ക്ഷയിച്ച് ഹത്താഅദ, അത് അവസാനമായി തീരും. എങ്ങനെ, ഏതുപോലെ ആയിത്തീരും? കൽ ഉർജൂൻ. ഉർജൂൻ എന്ന് പറഞ്ഞാൽ ഈത്തപ്പനയുടെ കൊലത്തണ്ട്. ഈത്തപ്പനയുടെ കൊലത്തണ്ട്. അൽ ഖദീം, പഴകിയ. നമ്മൾ ഈത്തപ്പന നമുക്ക് ശരിക്കും വ്യക്തമായിട്ട് നമ്മളെ കണ്ണിലുണ്ടല്ലോ, നമ്മൾ ഈ രാജ്യത്തല്ല ജീവിക്കുന്നു. ഒരു ഈത്തപ്പഴം ഉണ്ടാകുന്ന അതിൻ്റെ കുല നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. ആദ്യം ഒരു വടി ഉണ്ടാവും, ഒന്നിങ്ങനെ ഒരു വളഞ്ഞൊരു വടി ഉണ്ടാവും. ആ വടിമേൽ ഒരുപാട്, അതിന് അറബിയിൽ ഷമാരീഖ് എന്ന് പറയും, ഷിംരീഖുകൾ. ഷമാരീഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ ചെറിയ ചെറിയ കൊലകൾ, അതിന്മേലാണ് എന്തുണ്ടാവാറുള്ളത്? ഈത്തപ്പഴം. അപ്പൊ ആ ഷിംരീഖ് നിലനിൽക്കുന്ന ആ തണ്ടുണ്ടല്ലോ, കൊലത്തണ്ട്, ആ തണ്ടിന് പറയുന്ന പേരാണെന്ത്? ഉർജൂൻ. അതിങ്ങനെ കദീമായി ഉണങ്ങി ചുരുളുമ്പോൾ അതൊന്നും കൂടി ഇങ്ങോട്ട് വളഞ്ഞിട്ട് അതിൻ്റെ കളറ് മാറും. അതിൻ്റെ വളവ്, അതുപോലെ തന്നെ അതിൻ്റെ ലൗനുൽ അസ്ഫർ, ഇത് രണ്ടിനെയും ഇവിടെ ചന്ദ്രന്റെ കളറിനോട് ഉപമിച്ചിരിക്കുകയാണ്. അതിൻ്റെ വളവ് നല്ലോണം വളഞ്ഞു വരും ലാസ്റ്റ് നാളിൽ ചന്ദ്രനെ കാണുമ്പോൾ. പിന്നെ അത് കാണാതാവുകയ്യ. പിന്നെ എന്ത് ചെയ്യും? ഹിലാൽ പിന്നെ വീണ്ടും ന്യൂമൂൺ കഴിഞ്ഞിട്ട് പിന്നെ ഉദിക്കും. അങ്ങനെ നമ്മൾ കാണാം. അപ്പോൾ അവിടെ ആ ഉർജൂനിൽ ഖദീം, അത് തന്നെ വളരെ പഴകിയ ഈത്തപ്പനയുടെ കുലത്തണ്ട് പോലെ അങ്ങോട്ട് ആകൃതിയിൽ വളഞ്ഞൊരു കാഴ്ചയാണ് നമ്മൾ ലാസ്റ്റ് ചന്ദ്രനെ കാണുമ്പോൾ കാണുക. ഇത് വെറുതെ ഉണ്ടായതൊന്നുമല്ല, ഇത് അള്ളാഹ് നിശ്ചയിച്ചൊരു സംവിധാനമാണ്. ആരും ഇതിൻ്റെ പിന്നിലില്ല. അതങ്ങനെ തോന്നിയതുപോലെ തുടക്കത്തിൽ ഇങ്ങനെ വരുന്നു, പിന്നെ ഇങ്ങനെ വരുന്നു, നടുക്കിങ്ങനെ വരുന്നു, ഇങ്ങനെയൊന്നും അല്ലാന്ന്. ഇതിനൊക്കെ ഒരു സംവിധാനമുണ്ട്. വിശ്വസിച്ചോളൂ, റഹ്മാനായ റബ്ബിൻ്റെ അപാരമായ സൃഷ്ടി വൈഭവമാണ് അതിൻ്റെയൊക്കെ പിന്നിലുള്ളത്. ഈ വൃദ്ധിക്ഷയങ്ങളെക്കുറിച്ച് മാത്രം പഠിക്കുന്ന ശാസ്ത്രശാഖകളുണ്ട്. ചന്ദ്രനെ കാണുന്ന ഈ അവസ്ഥകൾ അവർക്കൊക്കെ വിശുദ്ധ ഖുർആൻ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഖുർആനിനോട് ആരൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ സമീപിക്കുന്നുവോ, ഇതിലെ നമ്മൾ വിചാരിക്കാത്ത ഒട്ടനേകം ആയത്തുകൾ കേട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുണ്ട്. കാരണം ഇതൊരു ബഹറാണ്. മുമ്പും ഞാൻ പറഞ്ഞു, ഇതിനെ വിശദീകരിക്കാനും ഇതിനെ വ്യാഖ്യാനിക്കാനൊന്നും മനുഷ്യൻ തുനിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കെലിമാത്തുകൾ അവിടെ ബാക്കിയാകും. പ്രപഞ്ചത്തിലെ കടലിലെ മുഴുവൻ വെള്ളവും മഷിയായാലും ഇവിടെയുള്ള മരങ്ങൾ മുഴുവനും പേനയായാലും മാനഫിദത്ത് കെലിമാത്തുല്ലാഹ്. സുബ്ഹാനല്ലാഹ്, അത്രത്തോളം മഹത്വമുണ്ട് ഈ ഗ്രന്ഥത്തിന് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് പറയാനുള്ളത്, ഈ അത്ഭുതകരമായ ഈ ചന്ദ്രൻ ഇതൊരിക്കൽ പിളർന്നിട്ടുണ്ട്. ഇതിന് അള്ളാഹു നിശ്ചയിച്ചൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥക്ക് മാറ്റം വരൂലാനൊന്നുമില്ല. മാറ്റം അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ്റെ ഏത് സൃഷ്ടിയിൽ എപ്പോൾ വേണമെങ്കിലും എന്ത് വരുത്താം? മാറ്റം വരുത്താം. അങ്ങനെ ചന്ദ്രൻ പിളർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോകുന്നതിൻ്റെ ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മഹാ അത്ഭുതമാണെന്ന് ചന്ദ്രൻ രണ്ടായി പിളർന്നു. ചന്ദ്രൻ പിളരുന്ന വേളയിൽ അള്ളാഹുവിൻ്റെ റസൂൽ മിനായിലായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. കൂടെയുള്ളവരോടും ശത്രുക്കളോടും ഒക്കെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇഷ്ഹദു, ദാ നോക്കി കണ്ടോളൂ. മുശ്രിക്കുകൾ വെല്ലുവിളിച്ചതാണ്, നിനക്ക് വല്ല അത്ഭുതങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് അത്ഭുതം കാണിക്കുക, നീ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നുള്ളതിന്. ചന്ദ്രനെ 2 പിളർപ്പാക്കിയാൻ കാണിച്ചു കൊടുത്തു. 2 പർവ്വതങ്ങളുടെ ശിഖരങ്ങളുടെ മറവിലേക്ക് ചന്ദ്രൻ 2 പിളർപ്പായി അങ്ങോട്ട് മാറി നിന്നു. ഇതൊരു പൗർണമി രാവിലാ സംഭവിച്ചത്. അഥവാ പൂർണ്ണ ചന്ദ്രനുള്ള ഒരു രാത്രിയിലാണ് ചന്ദ്രൻ 2ആയി അങ്ങ് പിളർന്ന് 2 മലയുടെ ഭാഗത്തേക്കാണ് പോയി നിന്നു. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, യഷ്ഹദു, ഇതാ നോക്കി കണ്ടോളൂ. അത് നോക്കിക്കണ്ട അറേബ്യൻ മുശ്രിക്കുകൾക്ക് പോലും അവരെന്തെന്നാ പറഞ്ഞത്?
വലിയ മജീഷ്യനാണല്ലോ മുഹമ്മദ് എന്നാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ സൂറത്തുൽ ഖമർ. സൂറത്തുൽ ഖമർ എന്താ ഒന്നാമത്തെ ആയത്ത് തന്നെ? ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ വഇൻ യറൗ ആയതൻ യുഅ്രിദൂ അൻഹാ വയഖൂലൂ സിഹ്റുൻ മുസ്തമിർ. ഇഖ്തറബത്തിസ് സാഅതു, അന്ത്യനാൾ അടുത്തു കഴിഞ്ഞിരിക്കുന്നു. അന്ത്യനാൾ വരുന്നതിന് ഒരുപാട് കുഞ്ഞു ദൃഷ്ടാന്തങ്ങളുണ്ട്, വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. അന്ത്യനാൾ വരുന്നതിന്റെ മുമ്പ് സംഭവിക്കാനിരിക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞ ഒരു മഹാത്ഭുതമാണ് ഇത്. ചന്ദ്രൻ പിളർന്നു, നെടുക പിളർന്നു. ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നു കഴിഞ്ഞു. ഇതിനെ നിഷേധിക്കുന്ന മതയുക്തിവാദികളുണ്ട്. ഉൾക്കൊള്ളാൻ കഴിയില്ല. ചന്ദ്രൻ പിളരേ. മറ്റുള്ളവരുടെ നിഷേധം പോകട്ടെ, അവർ മൊത്തം നിഷേധികളാണ്. നിരീശ്വര നിർമ്മതവാദികളെ സംബന്ധിച്ച് ഞാൻ അവിടെ പറയുന്നില്ല. അവരിപ്പോൾ അത് പറഞ്ഞു വിശ്വസിപ്പിക്കാനൊന്നും നമുക്ക് കഴിയൂല. അവരോട് സംവദിക്കുമ്പോൾ ആദ്യം പറയേണ്ടത് ദൈവമുണ്ട് എന്നുള്ളതിനുള്ള സമർത്ഥനാണ്. ദൈവമുണ്ട് എന്ന് അംഗീകരിച്ചാലല്ലേ ദൈവത്തിന്റെ വചനങ്ങളുണ്ട് എന്ന് പറയുള്ളൂ. അവരോട് വളയമില്ലാതെ ചാടുന്നവരോട് നമുക്ക് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. അവനോട് സംവദിക്കേണ്ടത് ഇതിന്റെ ആയത്തും ഹദീസൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ല, അവരോട് സമർത്ഥിക്കേണ്ട രീതി വേറെയാണ്. എന്നാൽ മതം അംഗീകരിക്കുന്ന ഖുർആനും ഹദീസുമൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു പറയുന്ന ആളുകൾക്ക്, ചിലർക്ക്, ചില പുത്തൻവാദികൾക്ക് ദഹിക്കാതെ പോയി. എന്ത് ചന്ദ്രൻ പിളർന്നു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ്. അംഗീകരിക്കാതിരിക്കാൻ പറ്റൂല. അവര് പറയുന്നത്. അപ്പൊ ഈ ആയത്ത് അവരെന്ത് ചെയ്യും? അപ്പൊ അവർക്ക് തോന്നുന്ന വിധത്തിൽ അവരതിന് വ്യാഖ്യാനം കണ്ടെത്തും. എങ്ങനെയാ കണ്ടെത്തിയത്? ഇത് അന്ത്യനാളിൽ സംഭവിക്കാൻ പോകുന്ന സംഭവമാണ്. ചന്ദ്രൻ പിളർന്ന് താഴ്ത്തേക്ക് ചാടും. അതാണ് പറഞ്ഞത്. എന്നാ പിന്നെ അടുത്ത ആയത്ത് എന്തിനാ? അടുത്ത ആയത്ത് എന്താ? അവരെന്ത് ദൃഷ്ടാന്തം കണ്ടാലും യുഅ്രിദൂ അൻഹാ, അവരതിനോട് ചിറ്റമ്മനയം അവഗണന കാണിക്കും. എന്നിട്ട് അവരെന്ത് പറയും? ഹാദാ സിഹ്റുൻ മുസ്തമിർ, ഇതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് പരിചയമുള്ള നിലനിൽക്കുന്ന ഒരു മാജിക് മാത്രമാണ് എന്ന് പറയും. ഖിയാമത്ത് നാളിൽ ചന്ദ്രനും സൂര്യനൊക്കെ താഴത്തേക്ക് ആടുമ്പോൾ ഇത് പറയുമ്പോൾ വല്ലതും ഉണ്ടാവുമോ? അന്നത്തെ സംഭവമായി പറയുന്നത് ആണോ? ഇന്ന് മനുഷ്യൻ പേടിച്ചോടല്ലേ? അന്ന് ഇത് പറയാൻ നിൽക്കുക. ഇത് വലിയ പിന്നെ മാജിക്കാണ്. ആരെന്ത് മാജിക്? ഒരു ഭൂമി കുലുക്കുണ്ടായി, അല്ലെങ്കിൽ ആ കിടുങ്ങിണെന്ന് കേട്ട ഫ്ലാറ്റ് വിട്ടിട്ട് ഓടിയടുത്ത് പുല്ല് മുളക്കുമോ നമുക്ക്? പിന്നെ അവിടെ ചോദ്യം ചോദിക്കാൻ നേരമുണ്ട്. അവിടെ എവിടുന്ന ഉണ്ടായി, എന്താ, എവിടെ അതിന്റെ പ്രഭവ കേന്ദ്രം എന്നൊക്കെ പിന്നെ പത്രത്തിൽ നിന്ന് വായിക്കാനല്ലാതെ നമ്മൾ ആ സമയത്ത് അതൊക്കെ അന്വേഷിക്കല. അതാണ് ഖിയാമത്ത് നാൾ. ഇതാ അന്ന് വേറെ സംഭവം നടക്കും. അന്നിപ്പോ ഈ ഒരേ ദിശയിൽ പോകുന്ന സൂര്യനും ചന്ദ്രനും ഒക്കെ അതൊക്കെ ഒന്നിച്ചു കൂട്ടിമുട്ടിയൊക്കെ തകരും. അത് അള്ളാഹ് നിശ്ചയിക്കുന്ന അതിന്റെ വ്യവസ്ഥയാണ്. അത് വേറെ. അപ്പൊ ഇത് ഈ വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ അത് നടക്കുക തന്നെ ചെയ്യും. അത് നടന്നിട്ടുമുണ്ട്. വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നു. നമ്മൾ പഠിച്ചു വെക്കണം അതിന്റെ ചരിത്രമൊക്കെ. മദീനത്തേക്ക് അള്ളാഹുവിന്റെ റസൂൽ ഹിജറ പോകുന്നതിന്റെ എത്രാം വർഷം മുമ്പാണ്? 5 വർഷങ്ങൾക്ക് മുമ്പാണ്. എത്രത്തോളം വ്യക്തമായ ഹദീസുകളിൽ സഹാബിമാർ അള്ളാഹിന്റെ റസൂൽ അതിങ്ങനെ കണ്ട് സഹാബിമാർക്ക്, ശത്രുക്കൾക്കും ഒക്കെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് മുത്ത് മുസ്തഫ മിനായിലായിരുന്നു എന്ന് വരെ ഹദീസിൽ കാണാം. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ സംയുക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ദശക്കണക്കിന് ഹദീസുകളിൽ ഇതൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ഹദീസുകളിൽ ഒരുപാടുണ്ട്. ഇതിനെയൊക്കെ നിഷേധിക്കുന്ന ആളുകൾ ഏത് കാലഘട്ടത്തിലുണ്ട്. ഇപ്പൊ മിഷണറിമാരൊക്കെ ഇതിനെ കളിയാക്കുന്നുണ്ട്. ഇതെങ്ങനെ ഇങ്ങനെ ഒരു ഗ്രഹത്തിൽ ഇങ്ങനെ ഒരു രണ്ടായി പിളരെ, ആരാത് കണ്ടോര് എന്നൊക്കെ. ഇന്നിപ്പോ ആധുനിക ശാസ്ത്രം എത്തി നിൽക്കുന്നത് ഓരോ ഉപഗ്രഹങ്ങളിൽ നിന്നും പലതും വേറിട്ട് പോകുന്നുണ്ട് എന്നാണ്. പലയിടത്തും ഉൽക്കകൾ വന്ന് പതിച്ച അഗാധ ഗർത്തങ്ങളുണ്ട് എന്നാണ്. ഈ ഭൂമിക്ക് പുറമെ മനുഷ്യന്റെ പാദസ്പർശനം ഏറ്റ ഒരേ ഒരു ഗ്രഹം അത് ഏതാണ്? ചന്ദ്രനാണെന്നാണ് പറയപ്പെടുന്നത്. നീൽ ആംസ്ട്രോങ്ങും അതുപോലെ തന്നെ വേറൊരാളെ പേരും പറയില്ലേ, ഇതൊക്കെയാണ് ആദ്യം പോയിട്ട് ഇറങ്ങി. അവിടെ ജലത്തിന്റെ സാന്നിധ്യം കണ്ടുവെന്നും അതുപോലെ തന്നെ അതിൽ അഗാധമായ ആഴങ്ങളുണ്ട്, വമ്പിച്ച ഉൽക്കകൾ വന്ന് പതിച്ചിട്ടുള്ള ആഴങ്ങളുണ്ട് എന്നാണ്. പല ഗ്രഹങ്ങളിൽ നിന്നും പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ട് തെറിച്ച് വന്നിട്ട് പിന്നീട് ഗ്രഹമായി മാറിയതുണ്ട് എന്ന് ശാസ്ത്രം പറയണം. അപ്പൊ ഒരു ഗ്രഹത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് പൊട്ടിപ്പിളർന്നു പോകലോ അതിലേക്ക് മറ്റേതെങ്കിലും ഒന്ന് വന്ന് ഇങ്ങോട്ട് കൂടിച്ചേരലോ ഒന്നും ഇന്ന് ശാസ്ത്രത്തിന് പോലും എന്തല്ല നിഷേധിക്കുന്ന കാര്യമല്ല. പിന്നെ ഇപ്പൊ ചന്ദ്രൻ അതിന് സൃഷ്ടാവായ റബ്ബതിന് 2 പിളർപ്പാക്കിയെങ്കിൽ ഇതിനെ ചോദ്യം ചെയ്യാൻ ഈ വിവരമില്ലാത്ത പുഴുവായ മനുഷ്യന് എന്ത് അധികാരമാവുള്ളത്? അനവധി ഹദീസുകൾ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടു. ഹദീസുകളിൽ, സഹീഹായ ഹദീസുകളിൽ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ സ്ഥിരപ്പെട്ട് കിടക്കുകയാണ്. ഇതിന്റെ സംഭവങ്ങൾ ഇങ്ങനെ വിശദീകരിച്ച് പറയുകയാണ്. മാത്രമല്ല, അന്നത്തെ അറേബ്യൻ മുശ്രിക്കുകൾക്ക് വിശ്വാസം പോരാഞ്ഞിട്ട്
അപ്പുറത്ത് തൊട്ടടുത്തു നിന്ന് വരുന്ന കച്ചവടക്കാരായ പല ആളുകളോടും അവർ ചോദിച്ചു എന്നാണ്, ഇങ്ങനെ ഒരു സംഭവങ്ങൾ കണ്ടോ? ഞങ്ങളും കണ്ടു. കണ്ടോ? അടുത്ത അയൽനാടുകളിൽ നിന്ന് കച്ചവടാവശ്യാർത്ഥം വന്ന ആളുകൾ പറഞ്ഞു, എന്നാ പിന്നെ എല്ലാവരും എന്തേ കാണാഞ്ഞെന്ന്. എല്ലാവരും കാണാപ്പം എല്ലാവരും ഇങ്ങനെ രാത്രി മുതൽ നേരം വെളുക്കോളം അങ്ങനെ മാനത്ത് നോക്കിക്കല. ഇന്നിപ്പോൾ അങ്ങനെയാണ്. ഇന്നിപ്പോൾ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമ്മളെല്ലാവരും കാണുന്നുണ്ടോ? ചന്ദ്രഗ്രഹണം ഇന്ന സമയത്ത് ഇത്ര മണിക്കൂർ ഇത്ര മിനിറ്റിൽ ഇത്ര മൈക്രോ സെക്കൻഡിൽ ഉണ്ടാവുമെന്ന് ശാസ്ത്രം കണക്കുകൂട്ടി പറഞ്ഞാൽ പോലും അത് കാണാത്ത നമ്മളിൽ എത്ര പേരുണ്ട്? എല്ലാവരും കാണുന്നുണ്ടോ? അപ്പം അത് കണ്ടിട്ടില്ല ലോകത്തെല്ലാവരും എന്ന നിലക്ക് അതിനെ നിഷേധിച്ച് തള്ളാനൊന്നും പറ്റില്ല. നമുക്ക് വിശുദ്ധ ഖുർആനും പറഞ്ഞു തന്നു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും പറഞ്ഞു തന്നു. ഇനി വേറൊന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, മിഷണറിമാര് ചില ആൾക്കാർ വല്ലാതെ സോഷ്യൽ മീഡിയകളിലൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. മുസ്ലിമീങ്ങളും ചന്ദ്രക്കലയും തമ്മിൽ വലിയ ഒരു ആരാധ്യ ബന്ധമുണ്ട്. ചന്ദ്രക്കല, ഈ മൂണുണ്ടല്ലോ, മൂണിന്റെ ചിഹ്നം, ഇത് മുസ്ലിമീങ്ങൾ ചന്ദ്രനെ ആരാധിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള തെളിവായിട്ടാണ് മിഷണറിമാർ ദുരുപയോഗം ചെയ്യുന്നത്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യചന്ദ്ര നക്ഷത്രാദികളെ ആരാധിക്കുന്നവർക്കെതിരെ പടപൊരുതിയ പ്രവാചകനാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം അതിൻ്റെ പേരക്കുട്ടി, ആ നബിയുടെ പേരക്കുട്ടിയായി വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി, ആ ഇസ്ലാമിൻ്റെ നേരെ നോക്കിയിട്ടാണ് ക്രിസ്ത്യൻ മിഷണറിമാർ സോഷ്യൽ മീഡിയകളിലൂടെ തള്ളിമറിക്കുന്നത് ഇവർക്ക് ചന്ദ്രൻ ആരാധ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ചന്ദ്രനെ ആരാധിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഹുബുൽ എന്ന വിഗ്രഹം ചന്ദ്രദേവന്റെ പ്രതീകമായിരുന്നു അറേബ്യൻ മുശ്രിക്കുകൾക്കിടയിൽ. ലാത്ത, ഉസ്സ, ഹുബുൽ കേട്ടില്ലേ? ഹുബുൽ, മനാത്ത, ഹുബിലിനെ ചന്ദ്രദേവന്റെ സ്ഥാനത്തായിട്ട് അവർ കണ്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ശക്തമായി എതിർത്തു, തൗഹീദ് സ്ഥാപിച്ചു. സൂര്യനെ ആരാധിക്കുന്നവരെ, ചന്ദ്രനെ ആരാധിക്കുന്നവരെയൊക്കെ അതിന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു. ഹുബിൽ ദേവനെ വണങ്ങിയിരുന്ന ആളുകളോട് ആദർശ പോരാട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് മുസ്ലിമീങ്ങൾ പരിക്കേറ്റ് വളരെ വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഉഹദിൽ പരാജയം ഉണ്ടായല്ലോ നമുക്ക്. ആ പരാജയത്തിന്റെ പ്രയാസത്തിലകപ്പെട്ട് എല്ലാവരും വല്ലാതെ നിരാശനായിട്ടിരിക്കുമ്പോൾ അപ്പുറത്ത് ശത്രുപാളയത്തിൽ നിന്ന് ഉഅ്ലു ഹുബുൽ എന്നിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. അത് പറയുന്നതിന്റെ മുമ്പ് അവർ വ്യക്തിപരമായി കുറെ വിളിച്ചു പറഞ്ഞു. വൈൻ മിൻകും അബൂബക്കർ, എവിടെ ഞങ്ങൾ അബൂബക്കർ, എവിടെ ഞങ്ങൾ ഉമർ, എവിടെ ഞങ്ങള് ഹംസ, ഇങ്ങനെ ഓരോരുത്തരെ പേരെടുത്ത് ഇങ്ങനെ ഭയങ്കരമായ വെല്ലുവിളി. കാരണം ഇവിടെ പരാജയപ്പെട്ടു പോകൽ 70ഓളം ആളുകൾ ഷഹീദായിരിക്കുന്നു ഉഹദിൽ. ഇതിന്റെ ചരിത്രം നമുക്കറിയാം. നേതൃത്വത്തോടുള്ള അച്ചടക്കം പാലിക്കാതെ അനുസരണക്കേട് കാണിച്ചതിന് അള്ളാഹു ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് നൽകിയ ഒരു അടയാളമായിരുന്നു ഉഹദിലെ പരാജയം. മുറിവേറ്റവരും ഷഹീദായവരും മനസ്സ് നീറിക്കൊണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുമ്പോഴാണ് ശത്രുക്കളുടെ ഈ അട്ടഹാസച്ചിരി. എവിടാ നിങ്ങളെ നേതാക്കളൊക്കെ എവിടെ പോയി? കാണാനില്ലല്ലോ ആരെയും. അള്ളാഹുവിൻ്റെ റസൂലും സഹാബിമാരും ഉമർ ഖത്താബ് പോലെയുള്ള ശൂരന്മാരായ ആളുകളൊക്കെ മറുപടി കൊടുക്കാൻ തുനിഞ്ഞപ്പോൾ, വിടണ്ടടാ ഞങ്ങളത് പറയാൻ ഒരുങ്ങിയപ്പോൾ റസൂൽ പറഞ്ഞു, ഉസ്കുതു, ഉണ്ടണ്ട. അതൊക്കെ പേഴ്സണൽ വിമർശനല്ലേ, അതിനൊന്നും മറുപടി കൊടുക്കണ്ട. അതിന് മറുപടി ഒന്നും വരില്ല എന്ന് കണ്ടപ്പോൾ അടുത്ത ചോദ്യം, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ആരാ ഉള്ളത്? ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ആരാ ഉള്ളത്? ലാത്ത, ഉസ്സ, മനാത്ത, ഹുബുൽ ഇതൊക്കെ ഒരു ആരാധ്യന്മാരല്ലേ? അവിടെ അള്ളാന്റെ റസൂൽ എന്ത് പറഞ്ഞു? അജീബ്, അവിടെ കൊടുക്കും മറുപടി എന്ന് പറഞ്ഞു. ആദർശത്തെ തൊട്ട് കളിച്ചപ്പോൾ കൊടുക്കാൻ പറഞ്ഞു മറുപടി. അല്ലാഹു മൗലാന ലാ മൗലാ ലക്കും, ഞങ്ങൾക്ക് രക്ഷകനായി അള്ളയുണ്ട്, നിങ്ങൾക്കതില്ല. ഹുബുൽ ഉയരട്ടെ, ഹുബുൽ വിജയിക്കട്ടെ എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി അത് ശക്തമായി എതിർത്തു. ഈ ഹുബുൽ ചന്ദ്രദേവന്റെ പ്രതീകമായിട്ടായിരുന്നു. ആരാധിച്ചിരുന്ന ആരാധ്യരോട് പടപൊരുതിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുയായികളെയാണ് കൂട്ടിക്കെട്ടിയിട്ട് ചന്ദ്രക്കലയും ഇസ്ലാമുമായിട്ട് വലിയ ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നത്. അതിന് നിമിത്തമായിട്ട് അവർ പലപ്പോഴും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ചില രാഷ്ട്രങ്ങളുടെ ദേശീയ പതാകകളിലൊക്കെ ചന്ദ്രക്കലയും സ്റ്റാറും ഒക്കെ ഉണ്ട്. ചില രാജ്യങ്ങളുടെ പതാകകളിൽ എന്തുണ്ട്? ചന്ദ്രക്കല കാണാൻ സാധിക്കും. ഉദാഹരണമായിട്ട് അൾജീരിയ, അസർബൈജാൻ, മലേഷ്യ, ടുണീഷ്യ, പാകിസ്ഥാൻ, മൗറിത്താനിയ, ഇങ്ങനെയുള്ള പല രാജ്യങ്ങളുടെയും, ഇപ്പോൾ തുർക്കി, അവരുടെയൊക്കെ പതാകകളിൽ എന്തുണ്ട്? ഇങ്ങനെ നക്ഷത്രാങ്കിത ചന്ദ്രക്കലയാണ്.
3 ചന്ദ്രക്കലയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ചന്ദ്രക്കല ഒരു സ്റ്റാറൊക്കെ ആയി മാറിയിട്ടുണ്ടെങ്കിൽ ചന്ദ്രക്കലയിലൊക്കെ ഉണ്ട്. എന്നാൽ അതില്ലാത്ത എത്രയോ രാഷ്ട്രങ്ങളിൽ, അറബ് രാഷ്ട്രങ്ങളിൽ, GCCയിൽ ഏത് രാഷ്ട്രം എടുത്തു നോക്കും, ഒരൊറ്റ പതാകയിലും എന്തില്ല, ചന്ദ്രക്കലയുടെ അടയാളമൊന്നും ഇല്ല. പിന്നെ ഇവർ കാരണമായിട്ട് പറയും, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആളുകൾ മിഷണറിമാർ പറയും, ഇവരേത് നോട്ടീസിലുണ്ട്. അപ്പോൾ നേർച്ചപ്പൂരത്തിൻ്റെ ഒക്കെ നോട്ടീസുണ്ടായി കാണാം, ഒരു ചന്ദ്രക്കല, അതിലൊരു സ്റ്റാർ, 2 പച്ചക്കൊടി, ഉള്ളിലൊരു 786. അപ്പം എന്തായി? അതാണ് മുസ്ലിമീങ്ങളുടെ സിമ്പൽ എന്നാണ്. മുസ്ലിമീങ്ങളുടെ സിമ്പലാണ് 756. 756 എന്ന് പറഞ്ഞാൽ എന്താ? ബിസ്മിയുടെ കോഡാണ് എന്നാണ്. ആരാധ പഠിപ്പിച്ചു? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എഴുതുന്നതിന് പകരം 786, ഒരു ചന്ദ്രക്കലയും ഒരു സ്റ്റാറും 2 പച്ചക്കൊടിയും. ഇതാണ് ഇപ്പോൾ മുസ്ലിമീങ്ങളുടെ സിമ്പൽ. ചില പള്ളികളുടെ ഡോമിന്റെ മുകളിൽ ഒരു ചന്ദ്രക്കലയും ഒരു സ്റ്റാറും. അപ്പം അങ്ങനെ കണ്ടോ, ഇവർക്ക് അതിനോട് വലിയൊരു ബന്ധം, ഒരു ബന്ധമില്ല, യാതൊരു ബന്ധമില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു ചന്ദ്രക്കലയെ ഒരു സിമ്പലായിട്ടോ അല്ലെങ്കിൽ ഒരു ചിഹ്നമായിട്ടോ പ്രമാണങ്ങളിൽ എവിടെയും പറഞ്ഞിട്ടില്ല. മറിച്ച് മാസത്തിന്റെ ദിവസത്തിന്റെ കണക്കുകൾ കൂട്ടുവാനുള്ള ഒരു കാര്യമായിട്ടാണ് അള്ളാഹു ഇങ്ങനെ ചന്ദ്രനെയൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത്. ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്, സിനീൻ വർഷങ്ങളുടെ മാസങ്ങളുടെ ഒക്കെ കണക്ക് കൂട്ടാൻ, അതിനൊക്കെയാണ് ഹിലാല്. അല്ലാതെ ഏതെങ്കിലും ഒരു ചന്ദ്രനെയോ അല്ലെങ്കിൽ സൂര്യനെയോ നക്ഷത്രങ്ങളെയോ ആരാധിക്കുകയോ പൂജിക്കുകയോ അത് ഉദിച്ചാൽ ഇന്ന സൗഭാഗ്യമുണ്ടാകുമെന്നോ ഇന്ന നക്ഷത്രം ഉദിച്ചാൽ ദൗർഭാഗ്യമുണ്ടാകുമെന്നോ എന്നുള്ളതൊക്കെ പിഴച്ച വിശ്വാസമാണ്. ഇസ്ലാം അതിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സമുദായത്തിൽ കുറേ ആൾക്കാർ അതിൻ്റെ ആൾക്കാരുണ്ട്. ഓരോ നക്ഷത്രം നോക്കുക, അതിന് മലയാളത്തിൽ എന്ത് ചെയ്യും, കലണ്ടറുകളിൽ എന്തുണ്ടാവും? പൂരം പിറന്ന പുരുഷൻ, മകം പിറന്ന മങ്ക, പുണർതം, ആയില്യം, ഇങ്ങനെയൊക്കെ ഓരോ നാള്, അങ്ങനെ പിറന്ന നാളും നക്ഷത്രമൊക്കെ നോക്കിയിട്ട് ഒരുത്തന്റെ സൗഭാഗ്യവും ദൗർഭാഗ്യവും നിർണയിക്കുന്ന പതിവുകളും ആളുകൾക്കിടയിലുണ്ട്. ഇസ്ലാമും അതുമായി യാതൊരു ബന്ധവും ഇല്ല. അത്തരം പഴച്ച വിശ്വാസങ്ങൾക്കൊക്കെ എതിരെ ഇസ്ലാം പോരാടിയിട്ടാണ് ഉള്ളത്. അള്ളാഹു നക്ഷത്രങ്ങൾ നിശ്ചയിച്ചത് മനുഷ്യന്റെ ദൗർഭാഗ്യങ്ങളെയും സൗഭാഗ്യങ്ങളെയും മനുഷ്യൻ മനസ്സിലാക്കാനൊട്ട് പറ്റൂല. ഇന്ന നക്ഷത്രം ഉദിച്ച ദിവസത്തിലാണ് എൻ്റെ ജനനമെങ്കിൽ എനിക്കത് വലിയ സൗഭാഗ്യമായിരിക്കും ജീവിതമൊട്ടാകെ എന്നും, മറ്റൊരു നക്ഷത്രത്തിലാണ് മറ്റൊരാളുടെ ജനനമെങ്കിൽ എൻ്റെ ജീവിതം മുഴുക്കയും ദൗർഭാഗ്യത്തിലായിരിക്കും എന്നൊക്കെയുള്ളത് തികഞ്ഞ എന്താണ്, അന്ധവിശ്വാസമാണ്. അതിൻ്റെ ഒന്നും പിറകെ പോകരുത്. ഈ നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ജ്യോതിഷം വേറെ, ജ്യോതിശാസ്ത്രം വേറെയാണ്. ഈ ജ്യോതിഷികളൊക്കെ ഈ നക്ഷത്രത്തിന്റെ ഈ നാളുകളും അതിൻ്റെ ആ രൂപത്തിലുള്ള അവസ്ഥകളെയും നോക്കിക്കൊണ്ടാണ് കവടി നിരത്തിയിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ ഭാഗ്യനിർഭാഗ്യങ്ങളൊക്കെ ഇങ്ങനെ നിർണ്ണയിക്കുന്നത്. ഇതിനൊക്കെ എത്രയാണ് സോഷ്യൽ മീഡിയകളിൽ ആളുകൾ കാശ് ചെലവാക്കുന്നത്, എത്ര സ്ഥലങ്ങളിലാണ് ആളുകൾ നോക്കുന്നത്. എൻ്റെ നാട് ഇന്നത്തെ ദിവസം എങ്ങനെ യോജിക്കുമോ, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവുമോ, അഭിവൃദ്ധി ഉണ്ടാകുമോ. ഇത് ജ്യോത്സ്യന്മാർ എന്ന് പറയുന്നവർ മറ്റൊരു മതക്കാരായതുകൊണ്ട് അങ്ങനെ പേരിടും. ഇപ്പുറത്ത് അതേ പണിയെടുക്കുന്നവർ മാപ്പിളമാരായതുകൊണ്ട് തങ്ങന്മാരി, ബീവിമാരി, മോര്യന്മാരി എന്ന് പേരിടും എന്ന വ്യത്യാസമേ ഉള്ളൂ. ഇസ്ലാമിൽ ഇതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂര്യചന്ദ്ര നക്ഷത്രാദികളുമായി കണക്റ്റഡായി മനുഷ്യന്റെ സആദത്തും ശഖാവത്തും നിർണയിക്കുന്ന ഒരു പദ്ധതിയുമില്ല. അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. ഒരിക്കലും മറന്നുപോകാതെ ഹൃദയത്തിന്റെ താളുകളിൽ അത് സൂക്ഷിച്ചു വെക്കണം. ഒരാൾക്ക് നമ്മളെ പറ്റിക്കാനാവരുത്. അങ്ങനൊന്നില്ല. ആ രൂപത്തിൽ നമ്മുടെ ദൗർഭാഗ്യവും സൗഭാഗ്യമൊന്നും നക്ഷത്ര ഉദിച്ചയിലും നാള് നോക്കിയിട്ടൊന്നുമല്ല. പിന്നെ നാളിൻ്റെ ഒരു നക്ഷത്രം ഉദിച്ചപ്പോൾ നമുക്ക് മഴ കിട്ടി, ഇന്ന നക്ഷത്രം ഉദിച്ചാൽ മഴ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇന്ന ഞാറ്റുവേല കൊണ്ട് മഴ കിട്ടി എന്നൊക്കെ പറയുന്നത് ഇസ്ലാം കുഫിരിയത്തായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു രാത്രി മഴ പെയ്തപ്പോൾ ചിലർ പറഞ്ഞു മുത്തിർനാബി നൗഇകദ, ഇന്ന നക്ഷത്രം അല്ലെങ്കിൽ ഇന്ന നാള് ആയതുകൊണ്ടാണ് നമുക്ക് മഴ കിട്ടിയത് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അതിനെ കുഫിരിയത്തായി, ജാഹിലിയത്തായി പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, മുത്തിർനാബി ഫദ്ലില്ലാഹ്, അള്ളാഹുവിന്റെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് എന്ത് കിട്ടി എന്ന് പറയണം, മഴ കിട്ടി എന്ന് പറയണം. അപ്പൊ സഹോദരങ്ങളെ, ഇതിലൊക്കെ നമുക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ചന്ദ്രക്കലയും പച്ചക്കൊടിയും സ്റ്റാറും 786 ഒന്നും ഇസ്ലാമിക് സിമ്പലായിട്ട് ആരും ദയവായി എന്ത് ചെയ്യരുത്, കാണരുത്. മിഷണറിമാർ അതൊക്കെ ഉപയോഗപ്പെടുത്തി നല്ലോണം തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അവർക്ക് തെറ്റിദ്ധരിപ്പിക്കാനല്ലേ അറിയൂ. അപ്പോൾ ഈ കാലത്ത് നമ്മൾ അതൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. പല മർഹലകൾ, പല ഘട്ടങ്ങൾ പിന്നിട്ടുകൊണ്ട് ചന്ദ്രൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അതതിൻ്റെ തുടക്കത്തിൽ നമുക്കതിൻ്റെ പ്രകാശം നേർത്തതായി കാണും. പിന്നീട് അതിൻ്റെ നൂറ് ഇങ്ങനെ കൂടി പ്രകാശം കൂടി വന്ന് പിന്നീട് അത് പൂർണ്ണ ചന്ദ്രനായി മാറും. വീണ്ടും അത് അങ്ങനെ തന്നെ പിറകോട്ട് മാറിപ്പോകും.
ഇവിടെ ഇതിൽ നിന്ന് മനുഷ്യൻ പഠിക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് ഈ ചന്ദ്രന്റെ വൃദ്ധിക്ഷയത്തിൽ നമുക്ക് ചില ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. മഹാനായ മുഹമ്മദ് സാലിഹുൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്ത് വിശദീകരിച്ചിടത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നമ്മളും ചിന്തിക്കേണ്ട കാര്യമാണ്. വഫീഹ അയ്ളം മിനൽ ഫവായിദി, ഈ പ്രയോഗത്തിൽ നിന്ന് ചന്ദ്രന്റെ ഈ വൃദ്ധിക്ഷയങ്ങളെ സംബന്ധിച്ച് അങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെ പോയി, പിന്നെ അങ്ങനെ വളർന്ന് വളർന്ന് വലുതായി, പിന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ തകർന്ന് തളർന്ന് 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 പിന്നീട് ഇല്ലാതാവും പറഞ്ഞില്ലേ. ഇതിൽ മനുഷ്യന്റെ അൽ ഇശാറ ഇലാ ഹാലിൽ ഇൻസാൻ, തന്നെ മനുഷ്യ ജീവിതത്തിന്റെയും അവസ്ഥ. മനുഷ്യ ജീവിതം, നമ്മുടെയൊക്കെ ജീവിതം ഇതന്നെ അവസ്ഥ. ഫഇന്നൽ ഇൻസാന, മനുഷ്യൻ ഇദാ തദബ്ബറൽ ഖമർ, അവൻ ചന്ദ്രനെ കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ വജദ അന്നഹു മുതാബിഖുൽ ലിഹാലിൽ ഇൻസാൻ, മനുഷ്യന്റെ ഈ അവസ്ഥയോട് അതിന് വളരെ യോജിപ്പുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാ നിലക്കും യോജിക്കുന്നു. ഏതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റൂമിലെ 54-ാമത്തെ ആയത്തിൽ നമ്മുടെ അവസ്ഥകൾ പറഞ്ഞു. നമ്മുടെ ദുർബലാവസ്ഥകൾക്ക് ശേഷം ശക്തിയുള്ളവരവസ്ഥ വന്ന് വീണ്ടും ദുർബലാവസ്ഥയിലേക്ക് മടങ്ങി നമ്മളങ്ങ് ഇല്ലാതെയാകുന്നതിനെ വരച്ച് കാണിച്ചു വിശുദ്ധ ഖുർആൻ. ഏത് സൂറത്തിൽ? സൂറത്തുർ റൂമിലെ 54-ാമത്തെ ആയത്തിൽ അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ദഅഫിൻ ഖുവ്വ സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ദഅഫൻ വശൈബ. എന്താ അവിടെ പറയുന്നത്? വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ഇതിനോടൊന്നും ഇങ്ങനെ ബന്ധപ്പെടുത്തി മനസ്സിലാക്കി നോക്കൂ. അല്ലാഹു, ആരാണ് അല്ലാഹു? അല്ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചവനാണ്, നിങ്ങളെ പടച്ചവനാണ് അല്ലാഹു. ഏതവസ്ഥയിൽ? മിൻ ദഅഫിൻ, അതീവ ദുർബലരായൊരവസ്ഥയിൽ, ഒന്നിനും കഴിയാത്തൊരവസ്ഥയായിരുന്നു നമ്മൾ ജനിച്ചു വീഴുമ്പോൾ. മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഒരു പിതാവിൽ നിന്നും വന്ന കോടിക്കണക്കിന് ബീജങ്ങളിൽ നിന്ന് ഒരു ബീജം അമ്മയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് പുറപ്പെടുന്ന അണ്ഡങ്ങളിൽ നിന്നൊരു അണ്ഡവുമായിട്ട് അണ്ഡത്തോട് യോജിച്ച് വന്ന് സിക്താണ്ഡമായി രൂപപ്പെട്ട് പിന്നീട് ഗർഭപാത്രത്തിൽ വെച്ച് അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങൾ പിന്നിട്ട് മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് പറന്ന് വീഴുന്ന കാര്യത്തെ സംബന്ധിച്ച് പോലും അല്ലാഹു പറഞ്ഞതെന്താ? വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ, അല്ലാഹു നിങ്ങളെ നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭാശയങ്ങളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. എപ്രകാരമായിരുന്നു അപ്പോൾ നിങ്ങളുടെ അവസ്ഥ? ലാ തഅലമൂന ശൈആ, നിങ്ങൾക്ക് യാതൊന്നും അറിയില്ലായിരുന്നു. കൈകാലിട്ട് കരഞ്ഞിങ്ങനെ കഴിക്കുക എന്നല്ലാതെ ഒന്നിനും അറിയില്ല. പിന്നെയാണ് നമ്മൾ എന്തായത്? പിന്നെ കയ്യും കാലും കണ്ണും അങ്ങനെയുള്ള വളർച്ചയും ഒക്കെ അങ്ങനെ എത്തി. അങ്ങനെയാണ് നമുക്ക് അല്ലാഹു അനുഗ്രഹം ചെയ്തതെന്ന്. ഇതേപോലെ അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദഅഫ്, അല്ലാഹു നിങ്ങളെ ദുർബലമായ അവസ്ഥയിൽ, അതേ അവൻ നിങ്ങളെ സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾക്ക് ദുർബലാവസ്ഥയായിരുന്നു. സുമ്മ ജഅല മിൻ ബഅദി ദഅഫിൻ ഖുവ്വ, പിന്നെ നമ്മളിങ്ങനെ കൊച്ചുകുട്ടിയായി, ശിശുവായി, നവജാത ശിശുവായി, പിന്നെ ശൈശവത്തിലേക്ക് കടന്നു, ബാല്യദശയിലേക്ക് കടന്നു, കൗമാരത്തിലേക്ക് കഴിഞ്ഞു, ടീനേജ് കഴിഞ്ഞു, പിന്നെ നമ്മളതാ യുവാവായി, ജീവിതത്തിന്റെ ആയുസ്സിലെ നട്ടുച്ച സമയത്തെത്തി. അതാണ് ഖുവ്വത്തൻ. ദുർബലാവസ്ഥക്ക് ശേഷം നിങ്ങൾക്ക് നല്ല ശക്തിയും പവറുമുള്ള ആ ഒരവസ്ഥ നിങ്ങൾക്കെത്തി. സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ, പിന്നീട് ആ യൗവനദശയ്ക്ക് ശേഷം അതാ പയ്യെ പിന്നെ നമ്മളിലേക്ക് ഇങ്ങനെ എന്തു വരുന്നു? ദുർബലതകൾ കയറി വരുന്നു, ജരാനരകൾ ബാധിക്കുന്നു, ഇങ്ങനെ കണ്ണുകുഴിയുന്നു, കവിളട്ടുന്നു, ശരീരത്തിന്റെ പ്രസരിപ്പ് പോകുന്നു, അങ്ങനെ അകമൊന്നു വളയുന്നു, നടത്തത്തിൽ ആ സൗന്ദര്യം നഷ്ടപ്പെടുന്നു, ശരീരത്തിന്റെ ഓജസ്സും തേജസ്സും ഒക്കെ കാണാമറയത്തേക്ക് പോകുന്നു. അങ്ങനെ നിങ്ങൾക്കതാ ശക്തിയുള്ള ഒരവസ്ഥക്ക് ശേഷം നിങ്ങൾ അങ്ങനെ ക്ഷയിച്ച് നിങ്ങൾക്കതാ ദുർബലാവസ്ഥയും വശൈബ, ജരാനരകളുടെ അവസ്ഥയിലേക്കും നിങ്ങൾ എത്തുന്നു. ഇതല്ലേ ചന്ദ്രനും? ഇതല്ലേ ചന്ദ്രന്റെ അവസ്ഥ? വൽഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽഉർജൂനിൽ ഖദീം. അതങ്ങടെ ഉർജൂനുൽ ഖദീമായിട്ട് അതങ്ങടെ ഒടിഞ്ഞു വീണ് പിന്നെ അത് മണ്ണിലാണ് ക്ഷയിച്ചാണ് പുതരി പിടിച്ചാണ് പോവുകയാണ്. പിന്നെ ആ ഉർജൂനുൽ ഖദീം പിന്നെ കാണൂല, നമ്മളെയും കാണൂല, പോയി. അപ്പൊ മനുഷ്യ ജീവിതത്തിന് ഇത്രേ ആയുസ്സുള്ളൂ. അതും നമ്മൾ പഠിക്കണം. ഫഹാലുൽ ഇൻസാൻ മുസാവിയ തമാമൻ ലിഹാലിൽ ഖമർ ഫൽഖമറു യബ്ദു ളഈഫൻ സുമ്മ യസ്ദാദു ഫിൽ ഖുവ്വ ഹത്താ ഇദാ തകാമല ഫിൽ ഖുവ്വ അഖദ ഫിൻ നഖ്സി വഹകദൽ ഇൻസാനു ബിന്നിസ്ബതി ലിഹയാതിഹി. ഇതന്നെ മനുഷ്യ ജീവിതത്തിന്റെ അവസ്ഥ തന്നെയാണ്. അപ്പം നെകളിപ്പൊന്നും വേണ്ട. എന്നും ഈ ആണത്വം അല്ലെങ്കിൽ ഈ ചോരത്തിളപ്പും ആരുടാന്ന് ചോദിച്ചാൽ ഞാനിടാന്ന് പറയലും ഈ താൻ തോന്നിത്തോം
ചോദ്യം ചെയ്യാൻ ഞങ്ങൾ ആരും വളർന്നിട്ടില്ല, എനിക്ക് മതനയമൊന്നും ബാധകമല്ല, മൈ ബോഡി മൈ ചോയ്സ്, മൈ ലൈഫ് മൈ ചോയ്സ് എന്നൊന്നും വല്ലാതെ നെകളിപ്പോടെ പറയണ്ട. ഇന്നിപ്പോൾ അതാണല്ലോ, ഭയങ്കര അഹങ്കാരമാണല്ലോ. ഇസ്ലാമാണ് പറഞ്ഞു കൊടുത്താൽ പറയും എന്നെ നിയന്ത്രിക്കാൻ ആരും വേണ്ട, ഞാൻ ആണാണോ പെണ്ണാണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. അതുകൊണ്ട് ഇപ്പോൾ സ്കൂളിൽ ചേർക്കുമ്പോൾ രക്ഷിതാവിനോട് മാഷുമാർ ചോദിക്കൂല എന്താ ജെൻഡർ എന്താണെന്ന് ചോദിക്കൂല. കാരണം അത് എഴുതാനായിട്ടില്ല. പ്രസവിച്ച തള്ള കൂടെ ഉണ്ടാവും, വളർത്തി ഉണ്ടാക്കണ ബാപ്പിയും കൂടെ ഉണ്ടാവും, എന്നാലും തീരുമാനമായിട്ടില്ല എന്നാണ്. ഇനി 18 വയസ്സായിട്ട് തീരുമാനിക്കണം ഞാൻ ആണാണോ പെണ്ണാണോ. സോഷ്യൽ മീഡിയകളിൽ ആറാടുകയാണ് നമ്മുടെ മക്കൾ. ഇതുപോലെയുള്ള വേദികളിൽ എത്ര ടീനേജുകാരുണ്ട്, വീടുകളിൽ ആക്കിപ്പോന്നില്ലേ ടീനേജുകാരായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പല രക്ഷിതാക്കളും. ട്യൂഷൻ ഉണ്ട്, ഓവർ ടൈം വർക്കുണ്ട്, പ്രോജക്റ്റ് ചെയ്യാനുണ്ട്, സ്കൂളിലെ മറ്റ് വർക്കുകൾ ചെയ്യാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളോടെ പിടിച്ചിരുത്തിയിട്ട് ഉമ്മയും മാപ്പിയും ദർശന് വരികയാണ്. ഈ പ്രായക്കാരായ കുട്ടികൾക്ക് കിട്ടേണ്ടത് കിട്ടുന്നുണ്ടോ? നമ്മൾ പഠിച്ചത് അവർ പഠിക്കുന്നുണ്ടോ? അവർ മനസ്സിലാക്കുന്നുണ്ടോ? അവർ സ്കൂളിൽ പോയാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ മണിക്കൂറുകളോളം അവരുടെ വേറെ ലോകത്താണ്. വീട്ടിൽ വന്നാലും അവരുടെ വർക്കുകൾ ചെയ്യാനെന്നാണ് പേര്. നെറ്റിലാണ്, കമ്പ്യൂട്ടറിലാണ്, ലാപ്ടോപ്പിലാണ്. അവരെന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മുടെ വീടുകളുടെ അവസ്ഥയാണ് പറയുന്നത്. റഹ്മാനായ റബ്ബേ, ഇതെവിടുക്കാണ് ഈ രാജ്യം പോകുന്നത്? എവിടുക്കാണ് ഈ അവസ്ഥ പോകുന്നത്? അതൊക്കെ ഒരു വലിയ ഗമയായിട്ടാണ് കാണുന്നത്. മൈ ബോഡി മൈ ചോയ്സ്, മൈ ലൈഫ് മൈ ചോയ്സ്. ആരടോ നിനക്ക് ലൈഫ് തന്ന്, ആരടോ നിനക്ക് ഈ ബോഡി തന്നത്? എന്നിട്ട് പുഴുക്കളെ പോലെ അങ്ങോട്ട് നശിച്ചാണ് മരിച്ചു പോകുക. അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ. അത്തരത്തിലൊക്കെ നമ്മളെ മക്കൾ പെടാതെ. ആർക്കും പെടാട്ടോ, ആരും ഇതിൽ നിന്ന് ഒഴിവല്ല, ആരും പെടാണ്. റബ്ബിനോട് ദുആ ചെയ്യുക, റബ്ബിനോട് ദുആ ചെയ്യലല്ലാതെ അതൊന്നുമില്ല. അള്ളാഹിനെ പരിചയപ്പെടുത്തുക, റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തുക, മക്കളെ കൂട്ടി ക്ലാസ്സുകളിലും ഉത്ബോധനങ്ങളിലൊക്കെ വരിക, അവർ കേൾക്കട്ടെ, അവർ മറിയട്ടെ. അല്ലാതെ നിവൃത്തിയൊന്നുമില്ല. അപ്പം ഈ വിധത്തിലുള്ള ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുന്നത് കിബിർ. ഇവിടെ മനുഷ്യ എത്രേ നിനക്ക് നിന്റെ ജീവിതമുള്ളൂ, ഇത്ര കാലേ ഉള്ളൂ, കഴിഞ്ഞാണ് പോവും. എത്ര അവസ്ഥയാണ് സഹോദരങ്ങളെ, എവിടേക്കാണ് നമ്മൾ പോകുന്നത്? അതുകൊണ്ട് ചിന്തിക്കുക. ശുദ്ധ ഖുർആനിൻ്റെ ഓരോ പ്രയോഗങ്ങളിലും നമുക്ക് ഇബറത്തുകളാണ്, ഗുണപാഠങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. കല്യാണത്തിന് പെൺകുട്ടികൾ തയ്യാറാകുന്നില്ല. എന്തിനാ കല്യാണം എന്നായിരിക്കുന്നത്? എന്തിനാപ്പം കല്യാണം? എത്ര കുടുംബങ്ങളിലെ രക്ഷിതാക്കൾ വേദനയോടെ ഭീതിയോടെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. മോള് വിവാഹപ്രായമായി, പക്ഷേ കല്യാണം വേണ്ടെന്നാണ് പറയുന്നത്. കാരണമൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് വെറുതെ ഭയപ്പെടുത്താനല്ല, ജാഗ്രത കൈക്കൊള്ളാനാണ്. നമ്മൾ പഠിക്കണം, നമ്മുടെ കുടുംബസമേതം പഠിക്കണം. അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കണം. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അഅ്യുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മനസ്സറിഞ്ഞ് തേടണം. ഖുർആനുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടാകണം. അതിൻ്റേതായ സദസ്സുകളിൽ നമ്മൾ നിരന്തരം മുടങ്ങാതെ, ഒരു പണിയില്ലെങ്കിൽ വരിക എന്നുള്ളതല്ല, എല്ലാ പണിയും മാറ്റിവെച്ച് ഇതിന് വരണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അവൻ്റെ ഗ്രന്ഥത്തോട് അടുക്കേണ്ട പ്രകാരം അടുക്കാനും ഒരു ജീവിതത്തിൽ പകർത്താനും റബ്ബ് നമുക്കും നമ്മുടെ മക്കൾക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരക രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജഹന്നമിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും സ്വർഗത്തിൽ റബ്ബ് നമ്മെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. എന്തെന്ത് പ്രശ്നങ്ങളുള്ളവർ ഈ സദസ്സിലോ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിലും റഹ്മാനായ റബ്ബ് നമ്മുടെ ദുആക്ക് ഉത്തരം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ റബ്ബ് തീർത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.